എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് റേഷ്യോ എന്ന് പറയുന്നത് നമുക്കറിയാം അംശബന്ധം അല്ലേ. ഇപ്പോൾ നമുക്കൊരു ലൈൻ തന്ന് അതിൻ്റെ രണ്ടറ്റങ്ങൾ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ തന്നിട്ട് ഇപ്പോൾ അതിനെ ഈ വരയെ നമുക്കൊരു ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 2:3 എന്ന റേഷ്യോയിൽ ഇതിനെ കട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയായിരിക്കും? അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നാം ഈ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് നമുക്കറിയാം, ഇപ്പോൾ ഇതൊരു AB എന്ന് പറയുന്ന ലൈൻ, ഇതിൻ്റെ നീളം ഇപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. മൊത്തം നീളം ഒരു 10 സെൻറ്റിമീറ്റർ ആണ്. ഇതിനെ എനിക്ക് ഇപ്പോൾ ഉദാഹരണം ഇതന്നെ ആയിക്കോട്ടെ 2:3 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പോൾ 2:3 എന്ന റേഷ്യോയിൽ AB എനിക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ 8ാം ക്ലാസ്സിലും മറ്റും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 2:3 എന്ന റേഷ്യോയിൽ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം, ഇവിടെ ഈ പോയിന്റ് ഇപ്പോൾ ഇവിടെ നമുക്ക് P ആണെന്ന് വിചാരിക്കും. ഈ കട്ട് ചെയ്യുന്ന പോയിന്റ് P. 2:3 എന്ന് പറഞ്ഞാൽ ഈ പീസ് 2 ആണെങ്കിൽ ഈ പീസ് എന്തായിരിക്കണം? 3 ആയിരിക്കണം അല്ലേ. അതാണ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അർത്ഥം. മനസ്സിലായില്ലേ? അതായത് റേഷ്യോ ഇവിടെ അംശബന്ധമാണ്. അംശബന്ധമാണ് 2:3. അതായത് ആദ്യത്തെ പീസ്, ഈ പീസ് 2 ആണെങ്കിൽ ഈ പീസ് 3 ആയിരിക്കണം അല്ലേ. അതായത് ഇതിൻ്റെ നീളം 3 ആയിരിക്കണം. അത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ AP എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ആദ്യത്തെ പീസ്, ശ്രദ്ധിക്കുക, ആദ്യത്തെ പീസ് എന്ന് പറയുന്നത് മൊത്തം നീളത്തിൻ്റെ എത്ര ഭാഗമായിരിക്കും? മൊത്തം നീളം 10 ആണ് അല്ലേ. 10ൻ്റെ എത്ര ഭാഗമാണ്? 10നെ നോക്കിയാൽ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 3 അല്ലേ. അപ്പം മൊത്തം 5 പീസ് ആക്കുന്നു അല്ലേ. തുല്യമായ 5 പീസ്, 2ഉം 3ഉം. അതായത് നാം ഈ മൊത്തം നീളത്തെ തുല്യമായ 5 ഭാഗങ്ങളാക്കുന്നു. 5 ഭാഗങ്ങളാക്കിയതിൽ 2 ഭാഗം ഇവിടെയും 3 ഭാഗം ഇവിടെയും വേണം അല്ലേ. അതായത് നമുക്ക് നോക്കിയാൽ AP എന്ന് പറയുന്ന നീളം എത്രയായിരിക്കും? മൊത്തം 5 കഷ്ണങ്ങളാക്കുന്നു അല്ലേ. 5 തുല്യ ഭാഗങ്ങളാക്കുന്നു, അതിൽ 2 ഭാഗം അല്ലേ. അപ്പൊ 5 തുല്യ ഭാഗങ്ങളാക്കുന്നതിൽ 2 ഭാഗമാണ് AP. ഏതിൻ്റെ? ഈ 10 സെന്റിമീറ്ററിന്റെ അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ABയുടെ അല്ലേ, ABയുടെ 2a/5 ഭാഗം. മനസ്സിലായല്ലോ? അപ്പൊ AB എന്ന് പറഞ്ഞാൽ 10 ആണ്. അതായത് 10ൻ്റെ 2a/5 ഭാഗമാണ് AP. 5 വന്നത് എവിടെ നിന്നാണ്? 5 വന്നത് മൊത്തം 5 പീസാക്കുന്നു അല്ലേ. ഇവിടെ നിന്നൊക്കെ 2:5. അപ്പം 2ഉം 3ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 5 കിട്ടി. അപ്പം മൊത്തം 5 പീസാക്കുന്നു, അതിൽ 2 ഭാഗമാണ് AP. അപ്പം നമുക്ക് എത്ര കിട്ടും? 10 × 2/5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 10, 5, 2 പ്രാവശ്യം അല്ലേ. അപ്പം 2 × 2 4. അപ്പോൾ 4 സെൻറ്റിമീറ്റർ. അപ്പോൾ AP എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് P എന്ന പോയിന്റ് എവിടെ മാർക്ക് ചെയ്യാം? ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ഇനി അതല്ല, നമ്മൾ ഇത് എടുക്കുകയാണെന്ന് വിചാരിക്കുക, PB എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? PB എന്ന് പറയുന്നത് PB = അല്ലേ, മൊത്തം നീളത്തിൻ്റെ, അതായത് 10ൻ്റെ എത്ര ഭാഗമായിരിക്കും? ആകെ 5 ഭാഗമാക്കി അതിൽ എത്ര ഭാഗമാണ് ഇവിടെ വരിക? 2:3 അല്ലേ. അപ്പം ഇവിടെ 3 ഭാഗം കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? 10 × 3/5 അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ക്യാൻസൽ ചെയ്തു. എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. അപ്പോൾ 2 × 3 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് 6 കിട്ടി. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ 4. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം ഇത്രയും കാര്യം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ വളരെ എളുപ്പമായിരിക്കും. അതായത് ഇവിടെ നമുക്ക് കോർഡിനേറ്റ്സ് തന്നു കഴിഞ്ഞാൽ അല്ലേ, 2 അറ്റങ്ങളെ കോർഡിനേറ്റ്സ് തന്നു കഴിഞ്ഞാൽ അതിനെ ഇതുപോലെ ഇപ്പോൾ 2:3 എന്ന റേഷ്യോയിൽ നമുക്ക് കട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയും. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ലൈൻ AB എന്ന് പറഞ്ഞ ലൈൻ അല്ലേ. അതിൻ്റെ രണ്ടറ്റത്തെയും കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് 2, 4, 8, 7. ഇതിനെ 1:2 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യണം. മനസ്സിലായല്ലോ? ഈ റേഷ്യോയിൽ കട്ട് ചെയ്യുമ്പോൾ ഈ പോയിന്റ്, ഇപ്പോൾ P എന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് വിചാരിക്കുക, ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയായിരിക്കും? ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, 1:2. അങ്ങനെയാണെങ്കിൽ AP അല്ലേ, AP/PB എന്ന് പറയുന്നത് എന്താണ്? 1:2 ആണ്. AP 1 ആണെങ്കിൽ PB 2 ആയിരിക്കും അല്ലേ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ AP എന്ന് പറയുന്നത് എന്തായിരിക്കും അല്ലേ. AP എന്ന് പറയുന്നത് നോക്കിയേ, മൊത്തം 3, ഈ ABയെ മൊത്തം എത്ര കഷ്ണങ്ങളാക്കി? 2ഉം 1ഉം 3 അല്ലേ. 3 തുല്യ കഷ്ണങ്ങളാക്കി. 3 തുല്യ കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ ഒരു ഭാഗമാണ് അല്ലേ 1:2, ഒരു ഭാഗമാണ് AP. പിന്നെ 2 ഭാഗമാണ് PB അല്ലേ. അപ്പം നമുക്ക് AP എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയാം? ABയെ 3 ആക്കി ഭാഗിച്ചതിൽ ഒരു ഭാഗം. മനസ്സിലാണില്ലേ
അല്ലേ? അതായത് 3 ആക്കി ഭാഗിച്ചതിൽ ഒരു ഭാഗം, അപ്പോൾ 1/3. ഇതിൻ്റെ അർത്ഥം എന്താ? 3 ആക്കി ഭാഗിച്ചു. ഈ 3 എവിടെ നിന്നാണ് കിട്ടിയത്? 2ഉം 1ഉം 3. 3 ആക്കി ഭാഗിച്ചു, അതിൽ ഒരു ഭാഗമാണ് AP. ക്ലിയർ ആയല്ലോ? എന്തിൻ്റെ? ഓഫ് AB. അപ്പൊ ABയെ 3 തുല്യ ഭാഗങ്ങളാക്കി, അതിൽ ഒരു ഭാഗമാണ് AP. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഇത് കിട്ടി. എന്താണ്? 1/3 ഭാഗമാണ്. AP എന്ന് പറയുന്നത് 1/3 ഭാഗമാണ്, അല്ലേ? ഓക്കെ, ഇനി നാം എന്ത് ചെയ്യണം? ഇനി നോക്കിയേ, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് നോക്കാം. എക്സ് കോർഡിനേറ്റ് ഏതാണ്? 2, അല്ലേ? 2 ഇവിടെ എത്തുമ്പോൾ എത്രയായി? 8ആയി, അല്ലേ? 2 8ആയി. അതായത് 2 എന്നുള്ളത് 8ആയി മാറി. എത്ര കൂടി? 6 വർദ്ധിച്ചു, അല്ലേ? 6 കൂടി, +6. ഇനി y കോർഡിനേറ്റ് നോക്കിയേ, 4ൽ നിന്ന് 7ലേക്ക് എത്തി, അല്ലേ? അതായത് എത്ര കൂടി? 3 കൂടി, അല്ലേ? y കോർഡിനേറ്റ് 3 കൂടി. അപ്പൊ നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6 കൂടി, അല്ലേ? അപ്പൊ ഇവിടെ എത്തുമ്പോൾ എക്സ് കോർഡിനേറ്റിന് മാറ്റം എത്ര വരും? ഇവിടെ എത്രയാണ് മാറിയിട്ടുള്ളത്? 1/3 ആണ്, അല്ലേ? അപ്പൊ ഇതിന്റെ 6ന്റെ 1/3 നമ്മൾ കാണണം. 6ന്റെ 1/3, അല്ലെ? എത്ര വരും? 2 പ്രാവശ്യം, അല്ലേ? അപ്പൊ 2. ഓക്കെ, ഇനി y കോർഡിനേറ്റ് നോക്കിയേ, y കോർഡിനേറ്റ് എത്ര കൂടി? 3 കൂടി, അല്ലേ? 3 കൂടിയിട്ടുണ്ട്. അപ്പൊ 3ന്റെ 1/3 നമ്മൾ കാണണം, അല്ലേ? അപ്പൊ 3 × 1/3 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എത്ര വന്നു? 1. അപ്പൊ ഇവിടെ എക്സ് കോർഡിനേറ്റിന്റെ മാറ്റം ഇവിടെ എത്തുമ്പോൾ എത്രയായി? ഈ 2 ആണ് ഇതിന്റെ മാറ്റം, അല്ലേ? അതുപോലെ y കോർഡിനേറ്റിന്റെ മാറ്റം അത് 1. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോർഡിനേറ്റ് ഏതായിരിക്കും? ഇതിന്റെ കൂടെ എത്ര കൂട്ടണം? 2 കൂട്ടണം. ഇതിന്റെ കൂടെ നമുക്ക് 1 കൂട്ടണം, അല്ലേ? അതായത് 2 + 2, അല്ലേ? പിന്നെയോ y കോർഡിനേറ്റോ ഇവിടെ 4 ആണ്. 4 + 1. മനസ്സിലായില്ലേ? അപ്പൊ 2 + 2 എന്ന് പറഞ്ഞാൽ 4, 4 + 1 എന്ന് പറഞ്ഞാൽ 5. ഇതാണ് ഇവിടുത്തെ കോർഡിനേറ്റ്. അതായത് മറ്റൊരു രീതിയിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഇത് കാണിച്ചു തരാം. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് കിട്ടാൻ, അല്ലേ? ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് നോക്കാം, 2, അല്ലേ? അപ്പൊ 2 നമ്മൾ എഴുതി. ഓക്കെ, ഇനി അതിന്റെ കൂടെ നമ്മൾ ഏതാണ് ആഡ് ചെയ്യേണ്ടത്? ഈ 2 ഇവിടെ 8ആയി, അല്ലേ? അപ്പൊ എത്രയാണ് കൂടിയത്? 6 കൂടി, അല്ലേ? അപ്പൊ 6 ഇൻറ്റു, ഇവിടെ ശ്രദ്ധിക്കുക, ഇൻറ്റു ഇവിടെ എബിയുടെ എത്ര ഭാഗമാണ്? 1/3 ഭാഗം പാടുള്ളൂ, അല്ലേ? അപ്പൊ 6 × 1/3. അപ്പൊ നമുക്ക് എത്ര കിട്ടും? = 2, അല്ലേ? 2 + 2 പ്രാവശ്യം, അല്ലേ? 1 × 2 2 = 4. കണ്ട, വളരെ എളുപ്പം നമുക്ക് ഉത്തരം കിട്ടി. അപ്പൊ എക്സ് കോർഡിനേറ്റ് കിട്ടി 4. ഇനി y കോർഡിനേറ്റ് കിട്ടാൻ എന്ത് ചെയ്യണം? y കോർഡിനേറ്റ് കിട്ടാൻ ഇതേപോലെ തന്നെ ഇവിടെ y-യുടെ വാല്യൂ എത്രയാണ്? ഇനി ഇതിന്റെ കൂടെ ഏതാണ് ആഡ് ചെയ്യേണ്ടത്? ഇവിടെ നോക്കിയാൽ 4 ആഡ് ആയി, അല്ലേ? 3, അല്ലേ? അപ്പൊ 3 ആണ് ഇവിടെ കൂടിയത്. അപ്പൊ 3 × 1/3. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 4 + 3 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എത്ര വരും? 1, അല്ലേ? 4 + 1 5. കണ്ടല്ലോ, 4 5. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് മറ്റൊരു ചോദ്യം കൂടി ചെയ്തു നോക്കാം. ഇവിടെ നോക്കിയാൽ ഒരു ലൈൻ, അതിന്റെ 2 അറ്റത്തുള്ള കോർഡിനേറ്റ്സ് നമുക്ക് വന്നിട്ട് 1 6 11 2, അല്ലേ? ഇതിനെ നമുക്ക് 3:5 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യണം. ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നോക്കിയാൽ ഇവിടെ നമുക്കിപ്പോൾ പോയിന്റ്, ഇപ്പോൾ ഇവിടെ പി ആണെന്ന് വിചാരിച്ചോ, ഇതാണ് പി എന്ന് പറഞ്ഞ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ AP, അല്ലേ? AP ഈ മൊത്തം നീളത്തിന്റെ എത്ര ഭാഗമാണെന്ന് നമ്മൾ കാണണം, അല്ലേ? അത് നമ്മൾ എങ്ങനെ കാണാം? ഇവിടെ നോക്കിയാൽ മൊത്തം എത്ര ഭാഗങ്ങളാക്കിയിട്ടുണ്ട്? 5ഉം 3ഉം 8, അല്ലേ? 8 തുല്യ ഭാഗങ്ങളാക്കി. അപ്പൊ 8 അടിയിൽ എഴുതി. ഇനി അതിൽ എത്ര ഭാഗമാണ് APക്ക് ഉണ്ടാവുക? 3 ഭാഗം, അല്ലേ? അപ്പൊ നമ്മൾ 3/8. ഏതിന്റെ? ഓഫ് AB. അപ്പൊ ABയുടെ 3/8 ഭാഗമാണ് AP. ക്ലിയർ ആയല്ലോ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഈ 3/8 കിട്ടി. ഇനി നമ്മൾ ഇതിന്റെ എക്സ് കോർഡിനേറ്റും y കോർഡിനേറ്റും കണ്ടുപിടിക്കാൻ പോകണം. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇവിടെ എക്സ് കോർഡിനേറ്റും y കോർഡിനേറ്റും ഇതിന്റെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. ഓക്കെ, അപ്പൊ എക്സ് കോർഡിനേറ്റ് എന്ത് വരും? എക്സ് കോർഡിനേറ്റ് കിട്ടാൻ നാം എന്ത് ചെയ്യണം? ആദ്യം ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എടുക്കുക, അല്ലേ? അപ്പൊ ഒന്ന് എടുത്തു. ഇനി ഇതിന്റെ കൂടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ഇതിന്റെ കൂടെ ഈ എക്സ് കോർഡിനേറ്റ് ഇവിടെ എത്തുമ്പോൾ എത്ര കൂടി? 1 × 11ആയി, അല്ലേ? 10 കൂടി, അല്ലേ? അപ്പൊ പ്ലസ് 10 × അല്ലേ? 10 ആണ് കൂടിയത്. 10നെ എന്ത് ചെയ്യണം? 10ന്റെ 3/8 ഭാഗം കാണണം, അല്ലേ? അപ്പൊ 10 × 3/8. അതാണ് അതിന്റെ മാറ്റം, അല്ലേ? അപ്പൊ 10ന്റെ 3/8 ഭാഗം. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ഉത്തരം കിട്ടി, അല്ലേ? 1 + 10 × 3/8. ഇതാണ് എക്സ് കോർഡിനേറ്റ്.
അതായത് ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വരും 1 പ്ലസ് അല്ലേ, ഇവിടെ നോക്കിയാൽ 8 10 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ എത്ര 4 പ്രാവശ്യം, ഇത് 5 പ്രാവശ്യം. ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ 5 × 3 15/4 എന്ന് കിട്ടി. അപ്പോൾ 1 + 15/4 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നോക്കിയാൽ ഇത് നമുക്ക് ഡയറക്റ്റ് കൂട്ടാൻ പറ്റുമോ? പറ്റില്ല അല്ലേ. ഇതിൻ്റെ ഡിനോമിനേറ്റർ 4, ഇതിൻ്റെ ഡിനോമിനേറ്റർ 1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 4 ആക്കാൻ വേണ്ടി ഇതിനെയും മുകളിലും 4 കൊണ്ട് ഗുണിക്കാം, അടിയിലും 4 കൊണ്ട് ഗുണിക്കാം അല്ലേ. അപ്പോൾ എന്തായി മാറി, ഇവിടെ 1നെ 4 കൊണ്ട് ഗുണിച്ചാൽ 4/4 എന്ന് മാറി അല്ലേ. അപ്പോൾ 1ന് നമ്മൾ 4/4 എന്ന് എഴുതി പ്ലസ് 15/4. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് കിട്ടി, 15 4 19/4 എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് ഇതിന് വേണമെങ്കിൽ മിശ്ര ഭിന്നമാക്കി എഴുതാം. അതായത് ഇവിടെ നോക്കിയാൽ 19നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 × 4 16 അല്ലേ. ബാക്കി എത്ര വരും, 3 അല്ലേ. അപ്പോൾ നമുക്ക് 19/4 എങ്ങനെ എഴുതാം, 4 അല്ലേ. 4 പ്രാവശ്യം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബാലൻസ് എത്ര ഉണ്ട്, 3 ഉണ്ട് അല്ലേ. ബാലൻസ് 3 എഴുതി /4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് അല്ലേ, 4. അപ്പോൾ നമുക്ക് 4 3/4 അതായത് 4/4 കിട്ടും. അപ്പോൾ എക്സ് കോർഡിനേറ്റ് കിട്ടി അല്ലേ. ഇനി വൈ കോർഡിനേറ്റ് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, വൈ കോർഡിനേറ്റ് ഇതേപോലെ ചെയ്യാം. വൈ കോർഡിനേറ്റ് ഇവിടെ എത്രയാണ്, 6 ആണ് അല്ലേ. ഇനി എന്ത് ചെയ്യണം, 6 എന്നുള്ളത് എത്രയായി, 2 ആയി. അതായത് ഇത് ഇവിടെ നോക്കിയാൽ കുറയുകയാണ് ചെയ്തത്, കൂടുകയല്ല അല്ലേ. അപ്പോൾ എത്ര കുറഞ്ഞു, 4 കുറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ എന്തെന്ന് എഴുതണം, -4 അല്ലേ. 4 കുറഞ്ഞത് കൊണ്ട് -4 ഇൻറ്റു എത്രയാണ്, 3/8 അല്ലേ. 3/8 ഈ 3/8. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെയൊക്കെ 8 4 2 പ്രാവശ്യം അല്ലേ. അപ്പോൾ 6 - 3/2 എന്ന് കിട്ടി. ഇനി ഇവിടെ എന്ത് ചെയ്യാൻ, ഡിനോമിനേറ്റർ സെയിം അല്ല അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 2 കൊണ്ട് ഗുണിക്കാം. ഈ 2 ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയും നമുക്ക് അടിയിലെ 1നെയും നമുക്ക് 2 കൊണ്ട് ഗുണിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വന്നു, 6 × 2 12 12 ഇവിടെ 1നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2. അപ്പോൾ 6ന് നമ്മൾ 12/2 എന്ന് എഴുതി -3/2 അല്ലേ. ആ 12ൽ നിന്ന് 3 കുറച്ച് എത്ര വരും, 9 9/2. ഇതിന് നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇതൊക്കെ 9 അല്ലേ. 9 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 4 പ്രാവശ്യം അല്ലേ. 4 × 2 8. ബാലൻസ് എത്ര വന്നു, 1 അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 4 പ്രാവശ്യം പോവും, പിന്നെ ബാക്കി ബാലൻസ് 1 വന്നു അല്ലേ. അതായത് ശിഷ്ടം 1 വന്നു 2 അല്ലേ, 2. നമുക്കറിയാം 9/2 എന്ന് പറഞ്ഞാൽ 4 ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചെന്നുള്ളൂ. അപ്പോൾ നമുക്ക് എക്സ് കോർഡിനേറ്റ് എത്ര കിട്ടി, 4 3/4 വൈ കോർഡിനേറ്റ് 4 1/2. അപ്പോൾ 4 3/4 എക്സ് കോർഡിനേറ്റ്, 4 1/2 വൈ കോർഡിനേറ്റ്. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ. ഇനി എല്ലാവരും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 239 ചോദ്യം നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. ദി കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് എ ഈസ് 3 2 ആൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് ബി ഈസ് 8 7 അല്ലേ. അപ്പോൾ ഒരു ലൈനിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ അത് എ എന്ന് പറഞ്ഞ പോയിന്റ് അല്ലേ, അത്രയാണ് 3 2 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 3 2. ഓക്കെ, ഇനി ഇവിടുത്തെ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, 8 7. ഈ 2 അറ്റത്തെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, കാൽക്കുലേറ്റ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ്സ് പി ആൻഡ് ക്യൂ വിച്ച് ഡിവൈഡ് എ ബി ഇൻ ദി റേഷ്യോ ഗിവൺ ബിലോ. അതായത് എ ബി എന്ന് പറഞ്ഞ ഈ വരയെ ഭാഗിക്കുന്ന പിയും ക്യൂവും എന്ന് പറഞ്ഞ 2 പോയിന്റുകൾ, ആ പോയിന്റുകളുടെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റിന്റെ പിന്റെയും ക്യൂവിന്റെയും എന്ത് കണ്ടുപിടിക്കണം, അതിന്റെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ. അപ്പോൾ ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നാം എന്ത് കണ്ടുപിടിക്കണം, ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് അല്ലെ, സൂചക സംഖ്യകൾ നമ്മൾ കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ, ചോദ്യം ക്ലിയർ ആയല്ലോ. ഇപ്പൊ നോക്കിയേ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഇവിടെ പി അല്ലെ, പി എന്ന് പറഞ്ഞ പോയിന്റ്, അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ പിയും പി ബിയും അല്ലെ. പി എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, എ പിയും പി ബിയും ഏത് റേഷ്യോയിലായിരിക്കണം, 2:3 എന്ന റേഷ്യോയിലായിരിക്കണം. അപ്പൊ എ പി നമ്മൾ ആദ്യം എഴുതുന്നു, എ പി ഈസ് പി ബി എന്താണ് റേഷ്യോ, 2:3. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ റേഷ്യോ 2:3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, മൊത്തം ശ്രദ്ധിക്കുക, മൊത്തം നീളം ഇപ്പൊ എ ബി എന്ന് പറഞ്ഞ മൊത്തം നീളത്തെ എത്ര തുല്യ ഭാഗങ്ങളാക്കുന്നുണ്ട്, മൊത്തം 2 + 3 അല്ലെ, 5 തുല്യ ഭാഗങ്ങളാക്കുന്നു അല്ലെ. ഈ 5 എവിടുന്നാ കിട്ടിയത്,
2:3 അല്ലേ. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം അത്ര തുല്യ ഭാഗങ്ങളാക്കി. അപ്പോൾ 5 തുല്യ ഭാഗങ്ങളാക്കി. ആ ഭാഗങ്ങളിൽ 2 ഭാഗമാണ് ആർക്കുള്ളത്? എ പിക്കുള്ളത്. അതായത് എ പി എന്ന് പറഞ്ഞത് മൊത്തം 5 കഷ്ണങ്ങളാക്കി, തുല്യമായ 5 കഷ്ണങ്ങളാക്കിയതിൽ 2 ഭാഗം എ പിക്കും ബാക്കി 3 ഭാഗം പി ബിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എ പി എന്ന് പറഞ്ഞത് അല്ലേ, എ പി എന്ന് പറഞ്ഞത് ഈ എ ബിയുടെ എത്ര ഭാഗമായിരിക്കും? ഈ എ ബി മൊത്തം നീളത്തിന്റെ എത്ര ഭാഗമായിരിക്കും എ പി? അതായത് 5 തുല്യ ഭാഗമാക്കുന്നു അല്ലേ. ശ്രദ്ധിക്കുക, 5 തുല്യ ഭാഗങ്ങളാക്കി അതിൽ 2 ഭാഗം. മനസ്സിലായല്ലോ. അപ്പൊ 2/5 ഏതിന്റെ? 2/5 ഓഫ് എ ബി. അപ്പൊ എ ബിയുടെ 2/5 ഭാഗമാണ് എ പി. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് വേണ്ട ഫസ്റ്റ് പോയിന്റ് നമുക്ക് കിട്ടി, 2/5. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. ആദ്യം നമുക്ക് എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം അല്ലേ. വളരെ സിമ്പിളായ മാർഗത്തിലൂടെ നാം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പി എന്ന് പറഞ്ഞിട്ട് എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇവിടുത്തെ കോർഡിനേറ്റ് ഏതാണ്? 3 അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ് 3 അത് എഴുതി. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ഏതാണ് ആഡ് ചെയ്യേണ്ടത്? ഈ 3 എന്നുള്ളത് ഇവിടെ എത്ര ഉണ്ട്? 8 ആണ് അല്ലേ. അപ്പോൾ 3 8ആയി, അതായത് 5 ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5 ആണ് അല്ലേ. 5. അപ്പോൾ 3 8 ആയി മാറി, അതായത് 5 കൂടി അല്ലേ. അപ്പോൾ ആ കൂടിയ 5-ന് നാം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. 5-ന് എന്ത് ചെയ്യണം? 5ന്റെ 2/5 ഭാഗം കാണണം അല്ലേ. അപ്പോൾ 5 ഇൻറ്റു 2/5 കണ്ട, ഇത്രയേ ഉള്ളൂ, വിഷയം കഴിഞ്ഞു നമ്മുടെ. അപ്പൊ ആദ്യം ഇത് ചെയ്തു, 3 എഴുതി, അതിന്റെ കൂടെ 7 കൂട്ടുന്നു. ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്ര ആണെന്ന് നോക്കുക. എത്ര കൂടി? 5 കൂടി. അതിനെ എന്തുകൊണ്ട് ഗുണിക്കുക? 2/5 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് എക്സ് കോർഡിനേറ്റ് കിട്ടി അല്ലേ. സീക്വൽ എന്ത് വരും നോക്കിയാൽ 3 പ്ലസ് 5 5 ക്യാൻസൽ ചെയ്ത് പോയല്ലോ, പോയി അല്ലേ. ബാക്കി മുകളിൽ ആരോ ഉള്ളത്? 2 അല്ലേ. അപ്പൊ 3 പ്ലസ് 2 സീക്വൽ ടു 5. എക്സ് കോർഡിനേറ്റ് കിട്ടി അല്ലേ. ഇനി ഇതുപോലെ നമുക്ക് വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. വൈ കോർഡിനേറ്റ് എന്ത് വരും? ഇവിടെ ഏതാ ഉള്ളത്? വൈ കോർഡിനേറ്റ് 2 അല്ലേ. 2 എഴുതി, പ്ലസ് അതിൻ്റെ കൂടെ ഏതാണ് കൂട്ടേണ്ടി വരിക? 2 എത്രയായി? 7 ആയി അല്ലേ. അതായത് 5 കൂടി. 5 അല്ലേ കൂടിയത്? 5 കൂടി. അപ്പൊ 5ന്റെ എന്ത് കണ്ടുപിടിക്കണം? 2/5 ഭാഗം. അപ്പൊ 5ന്റെ 2/5 ഭാഗം 5 ഇൻറ്റു 2/5 കണ്ട, ഉത്തരം കിട്ടി. ക്യാൻസൽ ചെയ്തു, 5 5 ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി എത്തുന്നു 2 പ്ലസ് 2 അല്ലേ. 2 പ്ലസ് 2 സീക്വൽ ടു 4. അപ്പോൾ ഇവിടെ എക്സിൻ്റെ അല്ലെ പിയുടെ കോർഡിനേറ്റ് ഏതായിരിക്കും? പിയുടെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് 5-ഉം വൈ കോർഡിനേറ്റ് 4-ഉം. മനസ്സിലായല്ലോ. ഇനി നോക്കിയേ, ഇത് ഇതേ ലൈൻ തന്നെ അല്ലേ. ഇതേ ലൈൻ തന്നെ രണ്ടാമത്തത് ഇതേ ലൈൻ തന്നെയാണ്. ഇതിൽ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ്, അതിന്റെ റേഷ്യോ വ്യത്യാസം ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് വരച്ചു നോക്കാം. ഓക്കെ, എ ബി അല്ലേ. എ ബിയുടെ കോർഡിനേറ്റ് സെയിം തന്നെ. ഇനി ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ്, ഇതിന്റെ റേഷ്യോ എന്തായിരിക്കണം? റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഏതാണ്? 3:2. അതായത് എ ക്യൂ ഈസ് ടു ക്യൂ ബി എന്തായിരിക്കണം? 3:2. അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. എ ക്യൂ 3 ആണെങ്കിൽ ക്യൂ ബി എത്ര പാടുള്ളൂ? 2 പാടുള്ളൂ അല്ലേ. അതായത് തുല്യമായ 5 കഷ്ണങ്ങളാക്കുന്നു. അതിൽ എ ക്യൂ 3 ഭാഗം, ക്യൂ ബി 2 ഭാഗം. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ എ ക്യൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ ക്യൂ എ ബിയുടെ എത്ര ഭാഗമായിരിക്കും? എ ക്യൂ സീക്വൽ ടു എത്ര ഭാഗമായിരിക്കും? അപ്പോൾ നമ്മൾ ആദ്യം അടിയിൽ എഴുതുന്നുണ്ട്, മൊത്തം എത്ര ഭാഗമാക്കി? 5 ഭാഗം അല്ലേ. 3 2 5 ഭാഗമാക്കി. അതിൽ എ ക്യൂ എത്രയാണുള്ളത്? എ ക്യൂ 3 ഭാഗം. അപ്പോൾ 3/5 ഓഫ് ഏതിൻ്റെ? എ ബിയുടെ അല്ലേ. അപ്പൊ എ ബിയുടെ 3/5 ഭാഗം, അതായത് എ ബിയെ 5 ഭാഗമാക്കി അതിൽ 3 ഭാഗമാണ് എ ക്യൂ. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് വേണ്ട കാര്യം ഇവിടെ കിട്ടിയ എന്താണ്? 3/5 അല്ലെ. ഇതാണ് നമുക്ക് ആവശ്യം വരിക. ഇനി നമുക്ക് നോക്കിയാൽ ഇവിടത്തെ അല്ലെ, ഇവിടത്തെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പോകുന്നു. എക്സ് എങ്ങനെ കിട്ടും നമുക്ക്? ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് നോക്കാം 3. അതിൻ്റെ കൂടെ നാം ഏതാണ് ആഡ് ചെയ്യേണ്ടത്? ഈ എക്സ് കോർഡിനേറ്റ് 3 എന്നുള്ളത് ഇവിടെ എത്രയായി? 8 ആയി അല്ലേ. അതായത് 5 കൂടി അല്ലേ. ആ 5 അപ്പോൾ പ്ലസ് 5 ഇൻറ്റു ഇനി 5-ന് എന്ത് ചെയ്യണം? അതിൻ്റെ എത്ര ഭാഗം കാണണം നമ്മൾ? 3/5 ഭാഗം കാണണം.
അപ്പോൾ 5 ഇൻറ്റു 3/5. മനസ്സിലായില്ലേ? ആ കൂടിയ 5ൻ്റെ 3/5 ഭാഗം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഈക്വൽ ടു 3 പ്ലസ് ഈ 5ഉം 5ഉം ക്യാൻസൽ ചെയ്ത് പോയില്ലേ? പോയി. ബാക്കി എത്ര വരും? 3 പ്ലസ് 3 ഈക്വൽ ടു 6. ഇനി ഇതിൻ്റെ y കോർഡിനേറ്റോ? ഇതിൻ്റെ y കോർഡിനേറ്റ് കിട്ടാൻ നാം എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ ഒരു വ്യത്യാസമില്ല. ഇവിടുത്തെ y കോർഡിനേറ്റ് എത്രയാണ്? 2. അപ്പോൾ 2 നമ്മൾ എഴുതി അല്ലേ? അപ്പോൾ 2 നമ്മൾ എഴുതി. ഇനി എന്ത് വേണം? ഈ 2 എന്നുള്ളത് 7 ആയി. എത്ര കൂടി? 5 കൂടി അല്ലേ? അപ്പോൾ പ്ലസ് 5 കൂടി 5 ഇൻറ്റു എത്ര? 3/5 അല്ലെ? 5ൻ്റെ 3/5 ഭാഗം. അത് ഈ 2ൻ്റെ കൂടെ കൂട്ടണം അല്ലേ? ഈക്വൽ ടു എന്ത് വരും? 2 പ്ലസ് 5ഉം 5ഉം ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്ത് വന്നു? 3. അപ്പോൾ 3ഉം 2ഉം 5 കിട്ടിയാലോ? അപ്പോൾ എക്സ് കോർഡിനേറ്റ് എത്ര കിട്ടി? 6. അപ്പോൾ നമുക്ക് കിട്ടി 6, 5 അല്ലേ? 6, 5 AQ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് 2 ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.